ഹാർട്ട് അറ്റാക്ക് ആണ് വരുന്നത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഹലോ ഗൈസ്, എൻ്റെ പേര് സജിൻ എന്നാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. ആദ്യമേ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എറണാകുളം മുളന്തുരുത്തിയിൽ ഒരു യുവാവ് വ്യായാമം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചു. അത് ഹൃദയാഘാതമാണ് മരണ കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക തോന്നും. ശരിക്കും പറഞ്ഞാൽ സംഭവം ഹാർട്ട് അറ്റാക്ക് ആണ് വന്നതെന്നുള്ള ഒരു ഇത് ആ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല സംഭവം. പക്ഷെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ആദ്യമേ കാണിച്ചു. പുള്ളി ആദ്യമേ ചെസ്റ്റിൽ കൈ വെക്കുന്നുണ്ട്. അവിടെ നിന്ന് ബാർ എടുത്തിട്ട് വന്നിട്ട് ബാർ അവിടെ വെച്ചിട്ട് ചെസ്റ്റിൽ കൈ വെക്കുന്നുണ്ട്. അപ്പം ലെഫ്റ്റ് സൈഡ് പെയിൻ വന്നു. അതൊന്ന്. പിന്നെ രണ്ടാമത് വന്ന് കസാരയിൽ ഇരിക്കുന്നുണ്ട്. കസാര ഇരുന്നിട്ട് അപ്പം ലെഫ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ആവുന്നുണ്ട് താഴോട്ട്. പക്ഷെ പുള്ളി എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡമ്പല് ബൈസപ്പിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി അത് ട്രൈ ചെയ്തതാണ്. പക്ഷേങ്കിൽ ഹാൻഡ് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. പുള്ളി അത് എടുത്തു വെച്ച് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എനിക്ക് നിലവിൽ 2 ഹാർട്ട് അറ്റാക്കാണ് വന്നത്. ഒന്നാമത്തെ ഹാർട്ട് അറ്റാക്ക് വന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെ സർജറി ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റാണിത്. രണ്ടാമത്തെ അതിൻ്റെ CD ആണിത്. രണ്ടാമത് ഹാർട്ട് അറ്റാക്ക് വരുന്നത് കേരളത്തിൽ വെച്ചിട്ടാണ്, പത്തനംതിട്ട തന്നെ വെച്ചിട്ടാണ്. അതിൻ്റെ CD ഇതാണ്. ഇത് മുത്തൂറ്റിൽ ചെയ്തതാണ്. ഇത് ധ്രുവ ഹോസ്പിറ്റൽ ഹൈദരാബാദിൽ ചെയ്തതാണ് സർജറി. ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് 90% ബ്ലോക്ക്. രണ്ടാമത്തെ ഹാർട്ട് അറ്റാക്ക് വന്നത് വളരെ സിവിയറായിട്ടാണ് വന്നത്, 100% ബ്ലോക്കായിപ്പോയി. അപ്പം ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആണ് വരുന്നത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു വലിയ ഒരു മിസ്റ്റേക്കാണ്. നമുക്കത് ഇപ്പം എനിക്ക് ഒന്നാമത്തെ വന്നത് കൊണ്ട് എനിക്ക് രണ്ടാമത്തത് വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് ഹാർട്ട് അറ്റാക്ക് ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അതാണ് വരുന്നത് എന്നുള്ള ഒരു സിംറ്റം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പം ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റിൽ പെയിൻ ആയിരിക്കും വരുന്നത്. ചെസ്റ്റിൽ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കൊണ്ടൊക്കെ ചിലപ്പോൾ കയറുന്ന അങ്ങനെ ഉള്ളതല്ല. ഒരു പെൻസിൽ ഒരു പോയിന്റ് മൊനയൊക്കെ വെച്ചിട്ട് കുത്തി കഴിഞ്ഞാൽ ഒരു പോയിന്റിലായിരിക്കും ആ പെയിൻ വരുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടും. നമുക്ക് ഇണ്ടിച്ച് നടക്കാൻ തോന്നത്തില്ല. ചിലപ്പോൾ ഒരിടത്ത് ഇരിക്കാനായിരിക്കും തോന്നുന്നത്, ചിലപ്പോൾ ഒരിടത്ത് കിടക്കാനായിരിക്കും തോന്നുന്നത്. അത് തന്നെ നമുക്ക് എപ്പോഴും പുറകിലോട്ട് പോകാനുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ആ പെയിൻ കൊണ്ട് വരുന്നത്. ചിലപ്പം വരുന്ന പെയിൻ നമ്മൾ വീണു പോകും. എൻ്റെ ആദ്യത്തെ സിറ്റുവേഷനിൽ ഞാൻ പുറകിലോട്ട് വീണു പോകുമായിരുന്നു. കാരണം ആ പെയിൻ ഇങ്ങനെ കുത്തി ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുപോകുക നമ്മളെ. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് വീഴാൻ ആ ഒരു ടെൻഡൻസിയാണ് ആദ്യം വരുന്നത്. പിന്നെ കറക്റ്റായിട്ട് ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ഒരു പെയിൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ കുത്തി അകത്തോട്ട് കയറുന്നതിലോട്ടായിരിക്കും. എന്നിട്ട് ഇതേ പെയിൻ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യും ഈ കയ്യിലോട്ട്. ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, മാക്സിമം ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് ആയിരിക്കും ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത്. ഈ പെയിൻ ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് പോകും, അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫീൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ പെയിൻ ഇവിടെ ആയിരിക്കും നമുക്ക് വരുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും ആ പെയിൻ ഇങ്ങനെ പോകുന്നതിൻ്റെ കൂട്ട് തോന്നും. ഒരു കൈ കഴച്ചിട്ട് കൈ താഴോട്ട് പോവുക, വീണ് പോവുക, ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ തോന്നും. എനിക്ക് മെയിനായിട്ട് 2 തവണ വന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു സിംറ്റംസ് വന്നത്. ഞാൻ കറക്റ്റ് ഡോക്ടറിനോട് സിംറ്റംസ് കൺവേ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഹാർട്ട് അറ്റാക്ക് ആണ് എന്നുള്ള കാര്യം. പക്ഷെ ആദ്യത്തെ സമയം കുറേ സമയം വേണ്ടി വന്നു. കാരണം എനിക്ക് BP കൺട്രോൾ അല്ലാത്തത് കൊണ്ട് സർജറി ചെയ്യാൻ കുറേ താമസിച്ചു. പക്ഷെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നോർമലായിട്ട്. പിന്നെ പേടിക്കാതിരിക്കുക, പാനിക് ആവാതിരിക്കുക, നെഞ്ചിടിപ്പ് കൂട്ടാതിരിക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുവാണ്, നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് വരുന്നതെങ്കിൽ മാക്സിമം കാമായിട്ട് പോയി ഇരിക്കുക. പെട്ടെന്ന് നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാൻ പോകരുത്. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, അത് നമ്മുടെ കയ്യിലല്ല. എനിക്ക് 2 തവണ വന്നിട്ട് ഞാൻ 2 തവണ രക്ഷപ്പെട്ടു എന്നുള്ളത് അത് എൻ്റെ കയ്യിലല്ലല്ലോ, അത് രക്ഷപ്പെട്ടു, അതാണ് സംഭവം. പക്ഷേ രണ്ടാമത്തെ തവണ വന്നപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റി, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. രണ്ടാമത്തെ തവണ വന്നത് ഏകദേശം രാവിലെ ഒരു 7 മണി തൊട്ട് പെയിൻ വന്ന് പോവുക അങ്ങനെ ഏകദേശം 12 മണി ആയപ്പോഴാണ് ഈ സംഭവം പെയിൻ വന്നിട്ട് ഞാൻ വീഴുന്നത്. അത് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുന്നു, എനിക്ക് സംഭവം മനസ്സിലായി.
ഹാർട്ട് അറ്റാക്കിനുള്ള എല്ലാ ചാൻസും ആയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ആൻജിയോഗ്രാം നമുക്ക് ചെയ്തു നോക്കാം. ഡോക്ടർ ആദ്യം പറഞ്ഞ് നമുക്ക് ചെയ്ത് നോക്കാം ബ്ലോക്ക് വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ മാറുമായിരിക്കും, അപ്പോൾ നമുക്ക് ഗുളിക കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഗുളിക കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് വണ്ടിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 100 മീറ്റർ പോലും പോയില്ല. ഒരു 12 മണി 1 മണി സമയത്ത് നേരെ വണ്ടിയിൽ തന്നെ അതേ സീറ്റ് ബെൽറ്റിലോട്ട് തന്നെ വീണ് പോകുമായിരുന്നു. അപ്പം തന്നെ ഡ്രൈവർ കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഡ്രൈവർ നേരെ വണ്ടി തിരിച്ച് ഹോസ്പിറ്റലിൽ പോയി. നേരെ ഡയറക്റ്റ് ഒരു ഹോസ്പിറ്റലുകാരുടെ ഇടപെടൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ ചെന്നു. അപ്പം തന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അത് വേറൊരു സംഭവം. സാധാരണക്കാരാണെങ്കിൽ ചിലപ്പോൾ എങ്ങനെയാലും അവർ ട്രീറ്റ് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഒരു മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ഇത് വന്നാൽ പിന്നെ സർക്കാർ ആശുപത്രി പോയാൽ എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പോയത്. പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാ നല്ല പോകുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമായിരുന്നു ചെയ്തത്. അവർ എന്താ പറയുന്നത്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആൻജിയോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അത് വാൽവ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ബ്രീത്തിങ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അത് ഭയങ്കരമായിട്ട് ഫീലായി. എന്തായാലും ദീപു ഡോക്ടറാണ് നമ്മുടെ സർജറി എല്ലാം ചെയ്തത്. നമ്മുടെ പത്തനംതിട്ടയിൽ ദീപു ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ്. ഡോക്ടറിൻ്റെ പ്രൊമോഷനൊന്നുമല്ല. ഞാനിപ്പം ഇങ്ങനെ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. കൊളസ്ട്രോൾ ലെവല് എത്ര ഉണ്ടെന്നുള്ളതും അത് എത്ര ആണെന്നുള്ളതും. കൊളസ്ട്രോൾ ലെവല് മാക്സിമം കമ്പൾസറി എല്ലാവരും നോക്കണം. BP കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. BPയും കൊളസ്ട്രോളും ചെക്ക് ചെയ്ത് മാത്രം വർക്കൗട്ടിൽ ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു 2 തവണയായിട്ട് വന്ന ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ എന്തായാലും ഗുളിക കഴിക്കുന്നുണ്ട്, പാരലായിട്ട് ഒരു എക്സസൈസ് സൈക്ലിങ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സസൈസ് നിർത്താതിരിക്കുക. ആക്ടിവിറ്റിയിൽ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ചെയ്യുക. ഒരിക്കലും 6 മാസത്തിന് ഇടയ്ക്കൊരു എക്സസൈസ്, 4 മാസം കഴിഞ്ഞൊരു എക്സസൈസ് അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ബോഡി കുറച്ചുകൂടെ എന്താ പറയുന്നത്, കുറച്ചുകൂടെ ബോഡിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. പെട്ടെന്നൊരു സാധനം നമ്മൾ ചാടിക്കയറി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ബോഡി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അന്നേരം പെട്ടെന്ന് ഇതുപോലുള്ള എന്തെങ്കിലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്.